ഇപ്പോൾ നമ്മൾ ഫോർപ്ലേനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പെൻട്രേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും ക്ലൈമാക്സ്, അതായത് ഈ ഒരു സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗാസം എന്ന് പറയുന്നത്. അതും സ്ത്രീക്കാട്ടെ പുരുഷനായിക്കോട്ടെ സുഖത്തിന്റെ പരമോന്നതിയിൽ എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓർഗാസം എന്ന് പറയുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമലാണ്, ആളുകൾക്ക് കിട്ടുന്നുണ്ട്, ഇത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്ന് പോലും, ഓർഗാസം എന്നൊരു സാധനം സ്ത്രീക്ക് ഉണ്ടാവും എന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിൽ. ഇപ്പം ശരാശരി കണക്കിലെടുക്കുന്ന സമയത്ത് ഭയങ്കര ഡിഫറൻസ്. ഒരു 30% സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓർഗാസം ഉണ്ടാകാറില്ല. ഇത്തരം ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ശരിക്കും എന്താണ് ഈ ഓർഗാസം എന്ന് പറയുന്നത്? ഓർഗാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്ലൈമാക്സ്, അഥവാ എന്ന് പറഞ്ഞാൽ പരമോന്നത അവസ്ഥയിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഭൂതവും ഭാവിയും ഒന്നുമില്ല, അത് വർത്തമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ കാലം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ മുറുകി വരുന്നു, നമ്മളൊരു മറ്റൊന്നിനെക്കുറിച്ചും അറിയാത്ത ഒരു അനുഭൂതിയിലേക്ക് പോകുന്നു. ഇതാണ് ഓർഗാസം. അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അത്ര ഒരു സെക്കൻഡുകളോളം നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ കൂടിപ്പോയ ഒരു മിനിറ്റിന് താഴെ വരെ ഓർഗാസം അങ്ങനെ അത്രയും ഇല്ല, അങ്ങനെ ഒരു 30 സെക്കൻഡോളം ഒക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ബ്രെയിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ സാധാരണ ഇത് ലൈംഗികത എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 കാലിൻ്റെ ഇടയ്ക്കല്ല, ചെവികളുടെ ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ തലച്ചോറിലാണ് ലൈംഗികത നിലനിൽക്കുന്നത്. അപ്പോൾ തലച്ചോറ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഹോർമോണുകൾ, എൻസൈമുകൾ, അതുപോലെ തന്നെ മറ്റ് രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിച്ച് നമ്മളൊരു പ്രത്യേക ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഓർഗാസം. ഇത് പുരുഷനും ഉണ്ടാകുന്നുണ്ട്, സ്ത്രീക്കും ഉണ്ടാകുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ പുരുഷനിത് അറിയാത്ത അവസ്ഥ ഉണ്ടോ എന്ന് വെച്ചാൽ ചില പുരുഷന്മാരിൽ അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിൽ അവർക്ക് ഓർഗാസം ലഭിക്കാത്ത വളരെ അപൂർവം പുരുഷന്മാരുണ്ട്. ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഓർഗാസം ലഭിക്കാത്തതിൻ്റെ പ്രശ്നം ലൈംഗിക ബന്ധം നടക്കാത്തതുകൊണ്ടല്ല, ബന്ധം നടക്കുന്നുണ്ട്, ശുക്ലവിസർജനം നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലച്ചോറിന് അതിനെ ഗ്രഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത, ആ രീതിയിലുള്ള അതിൻ്റെ പ്രതിപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതാണ് ഓർഗാസം ഇല്ലായ്മ എന്ന് പറയുന്നത്. അത് തലച്ചോറിനെ ബാധിക്കുന്ന പാർക്കിൻസൺസ് അസുഖം കൊണ്ട് വരാം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അങ്ങനെയുള്ള തലച്ചോറിനെ ബാധിക്കുന്ന ഏത് അസുഖങ്ങളും ചിലപ്പോൾ ആ കേന്ദ്രത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആയാലും വരാം, നെർവുകൾക്ക് തകരാറുണ്ടായാലും വരാം. അങ്ങനെ ഓർഗാസം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. നമുക്ക് പുരുഷനേക്കാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ സ്ത്രീകളിലേക്കാണ് വരുന്നത്. സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പുറത്തേക്ക് പോകുന്നതോടുകൂടി ആനന്ദം അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ത്രീകൾക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടലെല്ലാം നടക്കുന്നുണ്ട്, അവർ ആ ഓർഗാസത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ രീതിയിൽ ബ്രെയിൻ പ്രിപ്പയർഡ് ആകാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു, 3 മുതൽ 7 മിനിറ്റ് വരെയാണ് സാധാരണ ഈ പുരുഷൻ്റെ ശുക്ലവിസർജനം നടക്കുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചും 10-12 മിനിറ്റ് വേണ്ടി വരും. അപ്പം ഇവർ ബന്ധപ്പെടുന്നതിൻ്റെ സമയം പോരായ്മ എന്നൊരവസ്ഥ വരും. അവിടെയാണ് നമ്മുടെ ഫോർപ്ലേയുടെ പ്രാധാന്യം കിടക്കുന്നത്. ഇവരെ ഫോർപ്ലേ ചെയ്ത് ക്ലൈറ്റോറിയൽ സ്റ്റിമുലേഷൻ എല്ലാം ചെയ്ത് ബാക്കി അവർക്കിപ്പോൾ ഒരു 10-15 മിനിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ ഫോർപ്ലേ ചെയ്യിപ്പിച്ച് ക്ലൈറ്റോറിസും യോനിയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിന് ശേഷം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടൊരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ ചിലർക്ക് ഓർഗാസം ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പുരുഷന്മാർക്ക് ഇപ്പം പിന്നെ ഓർഗാസം സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, സ്പേം പുറത്തോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്, കുറച്ചുകൂടി കാണാനുണ്ട്. അപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെന്ന് തന്നെ കുറച്ചൊരു ദ്രാവകം, ഒരു കട്ടിയുള്ള ഒരു ദ്രാവകം നമ്മൾ പുറത്തോട്ട് വരുന്നുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടെന്ന് സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് അത് യോനിയിൽ നിന്നല്ല, മൂത്രക്കോഴലിൻ്റെ അവിടുന്ന് ഒരു ഗ്രന്ഥിയിൽ നിന്ന് ദ്രാവകം പുറത്തേക്ക് വരും. അത് നല്ലവണ്ണം ദ്രാവകം പുറത്തേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞാൽ അത് അനുഭവപ്പെടാത്ത 30% സ്ത്രീകളിൽ അവർക്ക് വീണ്ടും ലൈംഗിക ബന്ധത്തിന് ശേഷം വേണമെങ്കിലും അവരുടെ ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡില്ലോ ഉപയോഗിച്ച് ബന്ധത്തിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സമയം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ സ്ത്രീകൾക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം പുരുഷന് ചിലപ്പം മാക്സിമം പോയാൽ 1-2 തവണയൊക്കെ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഓർഗാസം സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. ഒന്ന് ബന്ധപ്പെട്ടു, ഒന്ന് ഇജാക്കുലേഷൻ സംഭവിച്ചു, പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ബന്ധപ്പെട്ടാൽ നിസ്കാലനം സംഭവിക്കും. പക്ഷെ സ്ത്രീകൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരുപാട് തവണ മൾട്ടിപ്പിൾ ഓർഗാസം സ്ത്രീകൾക്കുണ്ട്. അതായത് ഒരിക്കൽ ഓർഗാസം ലഭിച്ചു, അത് കഴിഞ്ഞാൽ അവരുടെ ശരീരം തളർന്നു പോകുന്നില്ല. പുരുഷനത് കഴിയില്ല, രണ്ടാമത് പറഞ്ഞാൽ ബന്ധപ്പെടാൻ കഴിയില്ല.
അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ഓർഗാസം നോർമലാണ്. ഇനി ആ മൾട്ടിപ്പിൾ ഓർഗാസം നോർമലാണെന്ന് പറയുമ്പോൾ ഒട്ടും ഓർഗാസം ഉണ്ടാകാത്ത സ്ത്രീകളും ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഓർഗാസം ഉള്ളത് നല്ലതാണ്. ഒട്ടും ഓർഗാസം ഉണ്ടാകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം കണ്ടെത്തണം. അങ്ങനെ കാരണം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിന് ഉപയോഗിക്കുന്നത് ബയോതെസ്മിയോമെട്രി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് അവരുടെ ക്ലൈറ്റോറിസിലേക്ക് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് വൈബ്രേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിൽ എത്തുമ്പോൾ അവർക്ക് ഓർഗാസത്തിലേക്ക് പോകുന്നതായി കാണാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബയോതെസ്മിയോമെട്രി ഉപയോഗിച്ച് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്കരമായിട്ടുള്ളൊരിതാണ്. ആ സ്ത്രീ അതിന് തയ്യാറാവണം, അതുപോലെ അവരുടെ ഭർത്താവ് തയ്യാറാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ആ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം പരീക്ഷണ ഘട്ടത്തിലാണ്. ലൈംഗികതയിൽ ഒത്തിരി ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസെൻറ്റ് വാങ്ങിയാൽ മാത്രം പോരാ, അതിനൊത്തിരി പ്രായോഗിക തലത്തിൽ അതിനേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ പ്രശ്നം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാസം എന്നുള്ളതൊന്നും അറിയാത്ത, ചായ കുടിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചായ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ളവും ചായയൊക്കെ ഒരുപോലെ തന്നെയാണ്. അത് കുടിച്ചതിൻ്റെ അനുഭൂതി ഉണ്ടായാലേ ചായ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതേ അവസ്ഥയിൽ ഇവരുടെ ഓർഗാസം അവർക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ ഇതെന്താണ് ഓർഗാസം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമയം മാത്രമാണ് പ്രശ്നം. 7 മിനിറ്റ് പോരാ, 10-15 മിനിറ്റ് വേണം. ചില സ്ത്രീകൾക്ക് അരമണിക്കൂർ വേണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ ഈ നീലച്ചിത്രങ്ങളിലല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അബ്നോർമാലിറ്റിയാണ്. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, ആ രീതിയിലുള്ള രതിമൂർച്ചയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ വേണ്ടിവരും. അങ്ങനെ പരിശോധനകൾ നടത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അവരുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്നിരുന്നാലും ഒരു 100% സ്ത്രീകൾക്കും അല്ലെങ്കിൽ വരുന്ന എല്ലാ സ്ത്രീകളിലും രതിമൂർച്ച ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വളരെയധികം ഉണ്ട്. ഇനി ബ്രഹ്മണലോട്ടൈഡ് അങ്ങനെയുള്ള ചില മരുന്നുകളുണ്ട്. അത് ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അവർക്ക് രതിമൂർച്ച ഉണ്ടാക്കുന്ന ചില അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ ഈ മറ്റ് രാജ്യങ്ങളിലുള്ള ചികിത്സാ മാർഗങ്ങളെല്ലാം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അതിന് ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളും ഇല്ലാത്ത മരുന്നുകളായിരിക്കും അത്. അപ്പോൾ ഫോറിനിൽ നിന്ന് ആ മരുന്ന് ഇവിടെ പലരും കൊണ്ടുവരുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നിയമപരമായിട്ട് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. കാരണം സെക്ഷൽ മെഡിസിൻ എന്ന് പറഞ്ഞത് തന്നെ, അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെയും മറ്റും ഇതിൽ ഒരു കോഴ്സായിട്ടോ ഇങ്ങനെയൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ചില യൂണിവേഴ്സിറ്റികൾ അത് നടത്തുന്നുണ്ടെന്ന് മാത്രം. അപ്പം അങ്ങനെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വന്നാലേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ പോരായ്മ വരുന്നത്. അല്ല, അത്തരം മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നു? തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ്. അമേരിക്കയിലും UK-യിലും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 100% സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആഡി അങ്ങനെയുള്ള ചില മരുന്നുകൾ ഈ സ്ത്രീകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് രതിമൂർച്ച ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത്തരം മരുന്നുകളും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ ഇതിൻ്റെ ദുഃഖകരമായ ഒരു വസ്തു പറയട്ടെ, ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്തിട്ട് അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇവിടെ വിൽക്കാനുള്ള ലൈസൻസ് ആയിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ തോന്നുന്നു മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ സ്ത്രീകൾ തന്നെ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് പുരുഷന് ശുക്ലം പോകുമ്പോൾ ഓർഗാസം ഉണ്ടാകുന്നു എന്നുള്ളത്. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പോകാതെ ഓർഗാസം ഉണ്ടാവും. അതിന് ഞങ്ങൾ ഡ്രൈ ഓർഗാസം എന്നാണ് പറയുക. അതിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സർജറിയോ വല്ലതും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുക്ലം പുറത്തേക്ക് പോകില്ല, ശുക്ലം മൂത്രസഞ്ചിയിലേക്ക് പോകും. അപ്പോൾ ശുക്ലം പുറത്തേക്ക് വരുന്നില്ല, അവർക്ക് ഓർഗാസം ഉണ്ടാകുന്നുണ്ട്. അതിനാണ് ഡ്രൈ ഓർഗാസം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷൻ്റെ ഓർഗാസം നമുക്ക് നേരിട്ടും കാണാം. സ്ത്രീയുടെ ഓർഗാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതപ്പ കോതമംഗലം എന്നുള്ള ലൈനിലാണ്. എന്താണ് സംഭവം എന്നുള്ളത് അവർക്ക് അറിയില്ല. അത്രയുള്ളൂ. ഓക്കെ. ഇപ്പം ശരിക്കും സ്ത്രീകളിൽ ഈ ഓർഗാസം നടക്കുന്ന ഒരു പാത്ത് എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്? ഏത് ലൈംഗിക ബന്ധത്തിൽ ഓർഗാസം നടക്കുന്ന അവർക്ക് വേണ്ടത്ര സ്റ്റിമുലേഷൻ അവരുടെ ലൈംഗിക അവയവങ്ങൾ, യോനി ക്ലൈറ്റോറിസ് സ്ഥാനങ്ങൾ ഇതിൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള സിഗ്നലുകൾ ബ്രെയിനിലേക്ക് ചെല്ലുന്നു. ആ ബ്രെയിനിൽ അത് സ്വീകരിക്കപ്പെടുമ്പോഴും ബ്രെയിൻ അതിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഈ ഓർഗാസം ഉണ്ടാകുന്നത്. ഓക്കെ. ഇപ്പം അതിനെന്തെങ്കിലും ഒരു പാത്ത് ഉണ്ടോ? ആദ്യം ഇതാണ് നടക്കുന്നത്, പിന്നെ ഈ രൂപത്തിലേക്കാവും, അതിന് ഏറ്റവും ലാസ്റ്റ് ആണ് ഓർഗാസം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു
വഴി അങ്ങനെ അല്ല, അത് സ്റ്റിമുലേഷൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും ഓർഗാസം ഉണ്ടാകുന്ന അവസ്ഥ. സ്റ്റിമുലേഷൻ ഒരു പരിധിയിൽ കവിഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ അത് ഓർഗാസം ഉണ്ടാകാതെ അവിടെ തന്നെ നിലനിൽക്കുകയുള്ളൂ. ഓക്കെ. ഇപ്പം ഈ ഓർഗാസം ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഓർഗാസം കൂടുന്ന ഇത് ഒരു പ്രശ്നം തന്നെയാണോ സ്ത്രീകൾക്ക്? അതായത് അല്ല, അങ്ങനെയല്ല. ഈ ഓർഗാസം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഔദ്യോഗിക ബന്ധത്തിൽ അതിൽ പെട്ടെന്ന് ഓർഗാസം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പം ആ രീതിയിൽ അത് പുരുഷനും സ്ത്രീക്കും ബാധകമാണ്. അവിടെ ഇൻറ്റിമസിയാണ് അതിനകത്ത് പ്രശ്നം. അപ്പോൾ ബ്രെയിൻ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. ഇപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഓർഗാസത്തിൻ്റെ സമയം പരിധി ചില ആളുകൾക്ക് സ്ത്രീകൾക്ക് അരമണിക്കൂറായിരിക്കും എന്നാ പറഞ്ഞു. അവർക്ക് ഫോർ പ്ലേയും കാര്യങ്ങളും അത്രത്തോളം അവരെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് വേണം. ഇത് കൂടിക്കൂടുന്ന് വരുന്നൊരു സിറ്റുവേഷൻ വരുമോ? ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ ഹോർമോൺ ലെവലുകൾ, ന്യൂറോൺ ലെവലുകൾ, ഇതിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ അതിൻ്റെ സമയം കൂടാറുണ്ട്. ഇപ്പം ഓർഗാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീക്ക് എങ്ങനെ ഓർഗാസം ഉണ്ടാക്കാം എന്നുള്ളൊരു ചോദ്യം. കാരണം ഇത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഓർഗാസം ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഓർഗാസം ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ശീഘ്രസ്ഖലനമുള്ള പുരുഷന്മാരുടെ ഭാര്യമാർക്ക് ഓർഗാസം ലഭിക്കില്ല. അപ്പം അതിനകത്ത് വീണ്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ പ്ലേ പോലെയുള്ള സ്റ്റിമുലേഷൻസിലേക്ക് പോകേണ്ടി വരും. പിന്നെ വളരെയധികം ഓർഗാസം ലഭിക്കുന്നതിന് സമയം വേണ്ട സ്ത്രീകൾക്ക് ഓർഗാസം ഉണ്ടാവില്ല. അപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത്, അതായത് ക്ലൈറ്റോറിസ് ഇതൊക്കെ അങ്ങനെ വീണ്ടും ഫോർ പ്ലേ ചെയ്ത് അതിലേക്ക് ഓർഗാസം ഉണ്ടാക്കാൻ പറ്റും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർഗാസം അവരുടെ ബ്രെയിനിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അതിന് നമുക്ക് സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം വേറൊരു സ്റ്റഡി നടത്തിയിരുന്നു, ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞൊരു സ്റ്റഡി നടത്തിയിരുന്നു. അതായത് ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരു MRI സ്കാനിനുള്ളിലിട്ടിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ ബ്രെയിനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത്. അത്തരം സ്റ്റഡിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിലവുണ്ട്, പിന്നെ രണ്ടാമത് അതിന് എത്തിക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഇന്ത്യയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സാമൂഹിക പശ്ചാത്തലങ്ങൾ, അതായത് മതപരമായും സാംസ്കാരികമായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, അതിനെ ചിലപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. പക്ഷെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് ഇത്തരം പഠനങ്ങൾ അത്യാവശ്യമാണ്. ഓക്കെ. അല്ല, നമുക്ക് എന്തായാലും ഒരു ചികിത്സ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഇത് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അവരുടെ മാത്രമല്ല, ഫാമിലിയുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം പല സ്ത്രീകളും ഇത് പ്രോപ്പർ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഡൈവോഴ്സ്. കാരണം സ്ത്രീക്ക് പെട്ടെന്ന് ഡൈവോഴ്സ് വരെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക്. അല്ല, ഈ ഓർഗാസം അനുഭവിക്കാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓർഗാസം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അല്ല ഉണ്ടാകുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളോട് കലഹിച്ചുകൊണ്ടിരിക്കും, ഭർത്താവിനോട് കലഹിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അവരൊരു, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ റിഫ്രഷ് ചെയ്യണം അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം. ആ രീതിയിൽ അവരൊന്നും ഷട്ട് ഡൗണും ആവുന്നില്ല, റിഫ്രഷും ആവുന്നില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. ഓക്കെ. ഇപ്പം ശരിക്കും സ്ത്രീകൾക്ക് പിന്നെ ഓർഗാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ രീതിയിലുള്ള ഇൻറ്റിമസി ഉള്ള ഭാര്യയും ഭർത്താവും നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ചെയ്യുക. സ്റ്റിമുലേഷൻ തന്നെയാണ് അതിനകത്ത് ഏറ്റവും നല്ല കാര്യം. പിന്നീട് അതിന് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് നോക്കണം. ഇപ്പം സ്ത്രീക്ക് നല്ലൊരു ഓർഗാസം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുരുഷന്മാർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലാദ്യം മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീയെ അറിയുക എന്നുള്ളതാണ്. അവർക്ക് എത്രത്തോളം സമയം ലൈംഗികമായിട്ട് സ്റ്റിമുലേഷൻ ഉണ്ടായാലാണ് ഓർഗാസം ലഭിക്കുക എന്നുള്ളത്. 5 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കാം, 10 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ 15 മിനിറ്റ് ആയിരിക്കാം. അപ്പോൾ ഫോർ പ്ലേ നല്ല രീതിയിൽ ചെയ്യുക. ആ ഫോർ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്തനങ്ങൾ, ക്ലൈറ്റോറിസ്, വജൈന, ഈ 3 ഭാഗവും മാറി മാറി സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ലൂബ്രിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുക. വജൈന സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ കഴിയുമല്ലോ ലൂബ്രിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ക്ലൈറ്റോറിസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ശേഷം ചിലപ്പോൾ അതായത് ഓറൽ സ്റ്റിമുലേഷൻ ആവശ്യമായി വരും ചില സ്ത്രീകൾക്ക്. അതിനുശേഷം മാത്രം പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോവുക. അങ്ങനെ പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോയി കഴിഞ്ഞിട്ടും ലൈംഗികമായിട്ട് ഓർഗാസം ലഭിക്കുന്നില്ലെങ്കിൽ പുരുഷൻ്റെ ശുക്ലവിസർജനം കഴിഞ്ഞതിന് ശേഷവും ഡിൽഡോ ഉപയോഗിച്ചോ വൈബ്രേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഭർത്താവിന് തന്നെയോ സ്റ്റിമുലേഷൻ നടത്താൻ കഴിയും. അങ്ങനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓർഗാസത്തിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ചില സ്ത്രീകൾക്ക് അങ്ങനെ ഓർഗാസത്തിലേക്ക് വരാത്ത അവസ്ഥ കാണാറുണ്ട്. അവിടെ ഡോക്ടർ പ്രസക്തിയുണ്ട്. സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ സമീപിക്കുക. ഇത് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണോ
ന്യൂറോണൽ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഇനി ബ്രെയിനിലുള്ള പാത്തോളജിയാണോ ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ചിട്ട് ചികിത്സ നടത്താൻ കഴിയുന്നതാണ് ഈ ചികിത്സയിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഗാസത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് പലപ്പോഴും പല സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് നമ്മളടുത്ത് ഇപ്പോൾ സാറടുത്ത് ഒരുപാട് വരുന്നുണ്ട്. അപ്പം അത്തരം കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, സംശയങ്ങൾ ഉണ്ടാവും. ഇത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അല്ല, ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ മാത്രമല്ല, തെറ്റായ രീതിയിലുള്ള ചികിത്സയിലേക്ക് പലരും പോകാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ അതല്ല. ശാസ്ത്രീയമായിട്ട് ഇതിനൊരു അടിത്തറ ഉണ്ടാവണം. ആ ചികിത്സയ്ക്ക് ശരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കുറുക്ക് വഴികൾ അതിനില്ല. സ്കാൻ ചെയ്യേണ്ടടുത്ത് സ്കാൻ ചെയ്യണം, കുറുക്ക് വഴികളില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പം നേരത്തെ ഈ സാറ് പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. കാരണം ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് സ്വന്തം നിങ്ങളെ പാർട്ട്ണറായിട്ട്, നിങ്ങളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിങ്ങളെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം, എനിക്കൊരു സുഖം വരുന്നില്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് തന്നെ പുരുഷൻ ഓപ്പണായിട്ട്, പുരുഷനോടായാലും സ്ത്രീയോടായിട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ സാഹചര്യത്തിലാണ്. അല്ല, അത് മിക്കപ്പോഴും എന്നാ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ എന്നാ നായകനോട് നായിക പറയുന്നുണ്ട് കുറച്ച് ഫോർ പ്ലേ ഒക്കെ ആകാമെന്ന്. അത് തന്നെ അപ്പം എല്ലാം അറിഞ്ഞിട്ടാ വന്നേക്കണേ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ രീതിയിലുള്ളൊരു ഒരു പഴഞ്ചൻ കൺസെപ്റ്റിൽ പോകാതെ ദമ്പതികൾ പരസ്പരം കാര്യങ്ങൾ സെക്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് എൻ്റെ അഭിപ്രായത്തിലൊരു സ്റ്റഡി, അതായത് റെട്രോസ്പെക്റ്റീവായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്, എത്രത്തോളം രതിമൂർച്ച രണ്ടുപേർക്കും ലഭിച്ചു, എത്രത്തോളം ആനന്ദകരമായിരുന്നു എന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാകും. ആ പോരായ്മകൾക്കനുസരിച്ച് ചികിത്സ ചെയ്യേണ്ടതാണോ ചികിത്സ ചെയ്യേണ്ടതാണോ സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ സിമ്പിളായിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ ഓൺലൈനും ഓഫ്ലൈനും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ ഒന്നെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അതിനെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമ്മോട് ഉള്ളത് ഡോക്ടർ അജയൻ വർഗീസ് സാറാണ്. കുന്നമംഗലത്തുള്ള ISROയിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.